എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവസാനഘട്ട പ്രിപ്പറേഷൻ തരാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷിൽ ഈ ക്ലാസ് കാണാതെ പോകരുത് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ 2 പാർട്ടും നിങ്ങൾ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ടീച്ചിങ് ചാനൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുകളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് 10,000 പേരാണ് നമ്മുടെ ക്ലാസ് കാണുന്നത്. രാജേശ്വരി മിസ്സിൻ്റെ മോർണിംഗ് ചലഞ്ച് വളരെ വലിയ സക്സസ് ആയിരുന്നു. വരാൻ പോകുന്ന LP UP നമ്മുടെ കയ്യിലാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട്. തീർച്ചയായിട്ടും കേറ്റിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. സമയം കളയുന്നില്ല, എന്നത്തെയും പോലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും സമയം വിലപ്പെട്ടതാണ്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് കാണുക. മൊത്തത്തിലുള്ളൊരു റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അലാസ് ഹീ ഈസ് ഡെഡ് ഫുൾ സ്റ്റോപ്പ് ഈസ് എ ഡാഷ് സെൻറ്റൻസ്. പരീക്ഷയ്ക്ക് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. സെൻറ്റൻസിൻ്റെ പേര് പഠിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിന് 2 പേര് വരുന്നത് ആദ്യത്തെ സെൻറ്റൻസിനാണ്, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. രണ്ടാമത്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. മൂന്നാമത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. നാലാമത്തത് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. ഓർഡർ എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നാളത്തെ പരീക്ഷയ്ക്ക് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഈ പേരൊന്ന് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുവാണെങ്കിൽ അത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് സെൻറ്റൻസ് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലാണോ എന്നാണ്. അല്ല, ആണെങ്കിൽ അത് ഇൻ്ററോഗേറ്റീവ് ആയിരിക്കും ചോദ്യങ്ങൾ. 2, സെൻറ്റൻസിൽ എവിടെങ്കിലും എക്സ്ക്ലമേഷൻ മാർക്ക് വന്നാൽ അത് അവസാനം തന്നെ വരണമെന്നില്ല, എവിടെ വന്നാലും മതി. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നത് അവസാനമാണ് അല്ലേ, അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. അവസാനം വന്നാലും അതുകൊണ്ട് ഇങ്ങനെ വന്നാലും മതി. അലാസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഹീ ഈസ് ഡെഡ് ഫുൾ സ്റ്റോപ്പ്. അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്, പക്ഷെ തുടക്കത്തിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അതിനു മുമ്പ് ഒരു വേർഡുണ്ട് അലാസ്. അത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇൻ്റർജെക്ഷൻ എന്ന വാക്ക് എഴുതിക്കണം. പാർട്സ് ഓഫ് സ്പീച്ചിൽ അവസാനത്തെ അലാസ്, ബ്രാവോ, ഹുറേ, വാവ്, ഓ ഇങ്ങനെയുള്ള വാക്കുകളെ വിളിക്കുന്ന പേര് ഇൻ്റർജെക്ഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നാളത്തെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഐഡൻറ്റിഫൈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻ്ററോഗേറ്റീവ്, എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെങ്കിലും വന്നാൽ എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഉത്തരം കിട്ടി എക്സ്ക്ലമേറ്ററി. ഇനി കണ്ടോണം, സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അത് അസർട്ടീവ്. അസർട്ടീവിന് വേറൊരു പേരുണ്ട് ഡിക്ലറേറ്റീവ്. തുടങ്ങുന്ന സബ്ജക്റ്റിലായിരിക്കും, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഉദാഹരണം, ഹീ പ്ലേസ് ക്രിക്കറ്റ്, ഐ ലൈക്ക് ഐസ്ക്രീം, രാമ കിൽഡ് രാവണ, ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, സച്ചിൻ വാസ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ, ഐ ഡോണ്ട് ലൈക്ക് ഹിം. എല്ലായിടത്തും സബ്ജക്റ്റ് ഒരു നൗണിലോ പ്രോനൗണിലോ തുടങ്ങും, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സെൻറ്റൻസ്. അതിനെ പല പേരിൽ അറിയപ്പെടും. അസർട്ടീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻ്റ് എന്നും ഓപ്ഷനിൽ കാണും. സംഭവം സെയിം തന്നെ, സ്റ്റേറ്റ്മെൻറ്റ്. അഫമേറ്റീവ് എന്നും കാണും. അഫമേറ്റീവ് എല്ലാം ഒരേ പേരാണ്. അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, സ്റ്റേറ്റ്മെൻറ്റ്, അഫമേറ്റീവ്. അഫമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ് എന്നാണ്. അതും ഇതിൻ്റെ പേര് തന്നെയാണ്. ഇനി ഇമ്പരറ്റീവ്. ഇമ്പരറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, അഡ്വൈസ്. പ്ലീസിൽ തുടങ്ങുന്നതുണ്ട്, കൂടാതെ വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. സബ്ജക്റ്റ് കാണത്തില്ല. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഏത് കമാൻഡ്, ഏത് റിക്വസ്റ്റ്, ഏത് ഓർഡർ എടുത്തു നോക്കൂ, വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. സ്റ്റോപ്പ് ഇറ്റ്, വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഓപ്പൺ ദ ഡോർ, വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. കോൾ ദ വിറ്റ്നസ്, വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ക്ലോസ് ദ ഡോർ, അല്ലെങ്കിൽ പ്ലീസ് വരും, റിക്വസ്റ്റ്. പ്ലീസ് ഹെൽപ്പ് മീ, അവിടെയും പ്ലീസ് വേർഡല്ല, ഹെൽപ്പ് എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങുന്നത്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. കഴിഞ്ഞ്. ഇനി സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കിടന്ന് പാടുപെടേണ്ട. പരീക്ഷകളിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞു തന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ അത് ഇൻ്ററോഗേറ്റീവ്. ഒരു സെൻറ്റൻസിൽ എവിടെങ്കിലും എക്സ്ക്ലമേഷൻ മാർക്ക് വന്നാൽ അത് എക്സ്ക്ലമേറ്ററി. അലാസ് പോലുള്ള വാക്കുകളെ ഇൻ്റർജെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചാണ്.
ഒരു സെൻറ്റൻസ് വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, അഡ്വൈസ് ആയിരിക്കും അതിനെ വിളിക്കുന്ന പേര് ഇമ്പരറ്റീവ്. ഒരു സെൻറ്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അതിനെ 4 പേരിൽ അറിയപ്പെടും: അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്, സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെയാണ്. 2. നോ സൂണർ ഡാഷ് റീച്ച് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ഡിഡ് ഹി ആണോ, ഹി ഡിഡ് ആണോ, ഹി ഡസ് ആണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുപോലൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതായത് നോ സൂണർ, ഞാൻ എഴുതുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നോ സൂണർ, ഹാർഡിലി, സ്കേഴ്സിലി, ക്ഷമയോടിരിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് കിട്ടും. ബെയർലി, നോ സൂണർ, ഹാർഡിലി, സ്കേഴ്സിലി, റെയർലി, ബെയർലി, സെൽഡം, നോർ, ലിറ്റിൽ, ഫ്യൂ. ഇവ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ഉദ്യോഗാർത്ഥി പറയും നെഗറ്റീവ് വേർഡ്സ് ആണെന്ന്. സത്യമാണ്. നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഇത് ആഡ് വെർബുമാണ്. നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യം ഇത് തുടക്കത്തിൽ വന്നാൽ ഇതൊരു കൺജങ്ഷനാണ്. അതെല്ലാം മാച്ച് കളഞ്ഞേരെ. നമുക്കിപ്പോൾ അതൊന്നും തലേ കയറത്തില്ല. നമുക്ക് നാളെ പരീക്ഷയ്ക്ക് വേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വാക്കുകളിൽ ഒരു സെൻറ്റൻസ് തുടങ്ങിയാൽ ആദ്യം ഈ വാക്ക് വന്നാൽ അതിനുശേഷം ആദ്യ ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതണം. ആദ്യ ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ഈസാമാർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹവ്, ഹാഡ്, അങ്ങനെയൊക്കെ വരുന്നൊരു ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പഠിച്ചു വെച്ചോണം. നാളത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം കാണും. നോ സൂണർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, നോർ, ലിറ്റിൽ, ഫ്യൂ. ഇവയിലൊരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ഭാഗം ആദ്യ ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ഇനി പറ, ഹി ഡിഡ് ആണോ? അല്ല, സബ്ജക്റ്റ് ഓക്സിലറി വെർബ്. ഹി ഡസ് ആണോ? അല്ല, സബ്ജക്റ്റ് ഓക്സിലറി വെർബ്. ആൻസർ ഡിഡ് ഹി. രണ്ടാമത്തെ ഓക്കെ ആയേ. ഇവയിൽ തുടങ്ങിയാൽ ഡാഷ് വന്നാൽ അടുത്ത സ്റ്റെപ്പ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്. സമയം കളയുന്നില്ല. ഇറ്റ് ഈസ് ഗുഡ് ഡാഷ് ക്രിക്കറ്റ്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്ലാസ്സിൽ ഒരെണ്ണം പഠിപ്പിച്ചായിരുന്നു. ഇറ്റ് ഈസ് നോ ഗുഡ്. അത് നോ ഗുഡ്. ഇറ്റ് ഈസ് നോ ഗുഡ് പ്ലേയിങ് ക്രിക്കറ്റ്. ഓർമ്മയുണ്ടോ? അത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇറ്റ് ഈസ് ഗുഡ്. ശ്രദ്ധിച്ചു. അടുത്ത ടിപ്പ് പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് ഈസ് ഈസി. സിമ്പിളാണ്, ക്ലാസ് സ്കിപ്പ് ചെയ്യല്ലേ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഇതിൻ്റെ പാസ്റ്റ് വന്നാലും, ഉദാഹരണത്തിന് ഇറ്റ് ഈസ് മാറി വാസ് വന്നാലും ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. എല്ലാം എഴുതുന്നില്ല. ഈസ് ആയാലും വാസ് ആയാലും, ടെൻസ് പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് വാസ് ബാഡ്. ഇറ്റ് ഈസ് ഈസി, ഇറ്റ് വാസ് ഈസി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. എങ്ങനെ ആയിക്കോട്ടെ, ഈസ് ആയാലും വാസ് ആയാലും. ശേഷം ടു പ്ലസ് V1, ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. കാണാതെ അങ്ങ് പഠിച്ചു. അന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്. അവിടെ നോ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ING ആ. ഇറ്റ് ഈസ് നോ ഗുഡ് പ്ലേയിങ് ക്രിക്കറ്റ്. എന്നാൽ ഇതോ, ഇറ്റ് ഈസ് ഗുഡ് ടു. ആൻസർ ടു പ്ലേ. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് ഈസ് ഈസി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഈസ് ആയാലും വാസ് ആയാലും ശേഷം ടു പ്ലസ് വെർബിൻ്റെ ബേസ് ഫോം എഴുതുക. എന്നാൽ ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ യൂസ് എന്ന് വന്നാൽ ശേഷം ING എഴുതുക. ഉദാഹരണം, ഇറ്റ് ഈസ് നോ യൂസ് വേസ്റ്റിംഗ് മണി. കഴിഞ്ഞേ 4. ഇറ്റ് ഈസ് ടൈം ഐ ഡാഷ് ക്രിക്കറ്റ്. സൂപ്പർ ചോദ്യം. ഇറ്റ് ഈസ് ടൈം. പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം ലഘുവാക്കി തരാം. ഇറ്റ് ഈസ് ടൈം. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇറ്റ് ഈസ് ഹൈ ടൈം. ഇറ്റ് ഈസ് എബൌട്ട് ടൈം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ മലയാളത്തിൽ പറയാറുണ്ട് സമയമായിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നു, ഏകദേശം സമയമായിരിക്കുന്നു, കല്യാണം കഴിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാണ് സാധനം. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ടൈമാണ്. ഇതിൻ്റെ റൂള് കേട്ട്, ഇത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരും. ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം ഈ 3 പ്രയോഗത്തിന് ശേഷം ടു വന്നാൽ വെർബിൻ്റെ ബേസ് ഫോമും 4 വന്നാൽ 3നും ബാധകമാണ് INGയും ഒരു സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ V2ഉം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇത്രയും നിസ്സാരമാണ് ഇതെന്ന് നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇവിടെ സംഭവമൊന്നുമില്ല. ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്. ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ ഡാഷ്. ഇറ്റ് ഈസ് എബൌട്ട് ടൈം. 3 എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോന്ന് എഴുതുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എബൌട്ട് ടൈം ഐ സബ്ജക്റ്റ്. നോക്ക്,
ഇവിടെ 2, ഇവിടെ 4, ഇവിടെ I. ഈ 3 എണ്ണത്തിനും ഇത് ബാധകമാണ്. ഓക്കെ, ഡാഷ് പ്ലേ, പ്ലേയിങ്, പ്ലേഡ്. ആൻസർ പറ. ഇറ്റ് ഈസ് ടൈം ടു പ്ലേ. ഇറ്റ് ഈസ് ടൈം ഫോർ പ്ലേയിങ്. ING. ഇറ്റ് ഈസ് ടൈം ഐ പ്ലേഡ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ പ്രയോഗങ്ങൾക്ക് ശേഷം 2 വന്നാൽ വെർബിൻ്റെ ബേസ് ഫോമും 4 വന്നാൽ INGയും സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ V2 ഉപയോഗിക്കണം. ഒരു കാരണവശാലും മറന്നു വരുന്നത് കിണ്ണൻ ടിപ്സാണ്. ഓക്കെ, അടുത്ത അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ് ഞാനൊരു പ്രധാനപ്പെട്ട ടിപ്പ് പറഞ്ഞു തരും. വൺ ഹൂ മെൻ ഷൂസ്. വൺ വേർഡ് സുഹൃത്തുക്കളെ, വൺ വേർഡ്. ചെരുപ്പ് കുത്തി, അതായത് ചെരുപ്പ് നന്നാക്കുന്ന ആളെ എന്ത് വിളിക്കും? ഒറ്റ വാക്ക്, കോബ്ലർ. കണ്ണിനെ പരിശോധിക്കുന്ന ഡോക്ടറെ എന്ത് വിളിക്കും? ഒപ്താൽമോളജിസ്റ്റ്. എഴുതി വെച്ചോണം, ഞാൻ എഴുതുന്നില്ല, കേട്ട് പഠിച്ചോണം. ഒന്ന് എഴുതി വെച്ച് വെക്കണം. കണ്ണിൻ്റെ ഡോക്ടർ ഒപ്താൽമോളജിസ്റ്റ്. ഹൃദയത്തിൻ്റെ ഡോക്ടർ കാർഡിയോളജിസ്റ്റ്. അറിയാമല്ലോ. റിട്ടൺ ഡിക്ലറേഷൻ മേഡ് ആൻ ഓത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ എഴുതി കൊടുക്കുന്ന പ്രതിജ്ഞ, അതിനെ ഇംഗ്ലീഷ് വിളിക്കുന്ന പേര് അഫിഡവിറ്റ്. സത്യവാങ്മൂലം എന്ന് പറയും, അഫിഡവിറ്റ്. അറിയാമല്ലോ. അടുത്ത ചോദ്യം, വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. മനുഷ്യരാശിയെ ഇഷ്ടപ്പെടുന്നവനെ എന്ത് വിളിക്കും? ഫിലാൻത്രോപ്പിസ്റ്റ്. നാളത്തെ ചോദ്യം കാണും. വൺ ഹൂ ഹേറ്റ്സ് മാൻകൈൻഡ്. മനുഷ്യരാശിയെ വെറുക്കുന്നവനെ എന്ത് വിളിക്കും? മിസാൻത്രോപ്പിസ്റ്റ്. എഴുതി വെച്ച് പഠിച്ചോണം, മിസാൻത്രോപ്പിസ്റ്റ്. അപ്പോൾ ഫിലാൻത്രോപ്പിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മിസാൻത്രോപ്പിസ്റ്റ്. എന്താണ് ആന്ത്രോപോളജി? വൺ ഹൂ സ്റ്റഡി മാൻകൈൻഡ്. മനുഷ്യരാശിയെക്കുറിച്ചുള്ള പഠനത്തെ, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, അങ്ങനെ പഠിച്ചാൽ മതി. മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ആന്ത്രോപോളജി. എന്താണ് ആന്ത്രോഫോബിയ? മനുഷ്യനോടുള്ള ഭയം, ജനക്കൂട്ടത്തോടുള്ള ഭയം, അതാണ് ആന്ത്രോഫോബിയ. ഓക്കെ, മയക്കുമരുന്നിനോടുള്ള ഭ്രമത്തെ എന്ത് വിളിക്കും? ആസക്തിയെ എന്ത് വിളിക്കും? മാനിയ. എന്തോമാനിയ, നർക്കോമാനിയ. എന്താണ് നർക്കോ? നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് ഓർത്താൽ മതി. എന്താണ് നെക്രോമാനിയ? NECRO. എന്താണ് നെക്രോമാനിയ? ആരാണ് നെക്രോമാനിയാക്ക്? ശവത്തെ ഭോഗിക്കുന്നവൻ, ഡെഡ് ബോഡിയോടുള്ള ഭ്രമം, അവനെ വിളിക്കുന്ന പേരാണ് നെക്രോമാനിയാക്ക്. സൈക്കോ ആയിട്ടുള്ളൊരു ഭയമാണ്. ഭയമല്ല, മാനിയ, അതിനോടുള്ള അമിതമായ ആസക്തി, ഭയമല്ല. ഓക്കെ, പഠിച്ചു വെക്കുക. ഫ്ലവറിനെ പേടി, പൂക്കളോടുള്ള ഭയത്തെ എന്ത് വിളിക്കും? ആന്തോഫോബിയ. ആന്തൂറിയം എന്നോർത്താൽ മതി. കൊച്ചുങ്ങളെ പേടി എന്ത് വിളിക്കും? ചിൽഡ്രനെ പേടി, പീഡോഫോബിയ. പീഡിയാട്രീഷ്യൻ എന്നോർത്താൽ മതി. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? കടലിനെ ഭയം, തലാസോഫോബിയ. എന്താണ്? തലാസോഫോബിയ. തലാസോഫോബിയ, കടലിനോടുള്ള ഭയം. പഠിച്ചു വെക്കുക. മൃഗങ്ങളോടുള്ള ഭയം, സൂവോഫോബിയ. സൂ, എവിടാ മൃഗത്തെ കാണുന്നത്? സൂവിൽ. ഓർത്തു വെക്കുക, പഠിക്കേണ്ട കാര്യമാണ്. കുറച്ച് വൺ വേർഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വൺ വേർഡ് ചോദിക്കുക. ഇതിൽ ഒരെണ്ണം ചോദിക്കട്ടെ, എൻ്റെ മനസ്സ് പറയുന്നു, ഒരെണ്ണം ചോദിക്കും. ഫോറിൻ ഫ്രേസസ്. അഡ്ലിബ്. അഡ്ലിബ് കാണുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത ഫോറിൻ ഫ്രേസസ് കുറച്ച് പറഞ്ഞുതരാം. വിത്തൗട്ട് പ്രിപ്പറേഷൻ. യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു കാര്യം ചെയ്യുന്നു, അതിനെയാണ് അഡ്ലിബ് എന്ന് പറയുന്നത്. എഴുതണം, കാരണം സ്പെല്ലിങ് മനസ്സിലാവത്തില്ല. അബ് ഇനിഷ്യോ, ഫ്രം ദ ബിഗിനിങ്. ഇനിഷ്യൽ എന്നോർത്താൽ മതി. ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ എന്നർത്ഥം വരുന്ന വാക്കാണ് അബ് ഇനിഷ്യോ. IE എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇഡ് എസ്റ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എന്നാണ്. പഠിക്കണം, എപ്പോഴും ചോദിക്കുന്ന. ഈ നമ്മൾ എക്സാമ്പിൾ എന്ന് പറയുന്ന EGയുടെ ഫുൾ ഫോം എക്സംബ്ലി ഗ്രാറ്റിയ എന്നാണ്. എക്സംബ്ലി ഗ്രാറ്റിയ. ഓക്കെ, അതിൻ്റെ അർത്ഥം എക്സാമ്പിൾ, ഉദാഹരണം എന്നാണ്. എക്സംബ്ലി ഗ്രാറ്റിയ, EG. അഡ്വർബം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേർഡ് ഫോർ വേർഡ്, വാക്കിന് വാക്ക് എന്നാണ്. വേർഡ് ഫോർ വേർഡ്, വേർഡ് ഫോർ. മോഡസ് ഒപ്പറാൻഡി എന്ന് പറയുന്ന ഫോറിൻ ഫേസിൻ്റെ അർത്ഥം എന്താണ്? മോഡസ് ഒപ്പറാൻഡി, വേ ഓഫ് ഓപ്പറേഷൻ. വേ ഓഫ് ഓപ്പറേഷൻ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി, അതിനെയാണ് മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. വെർബാറ്റിം എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥവും വേർഡ് ഫോർ വേർഡ് എന്നാണ്. വേർഡ് ഫോർ വേർഡ് എന്നാണ്. ഓക്കെ, അഡ്ലിബ് എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രിപ്പറേഷൻ. അബ് ഇനിഷ്യോ, ഫ്രം ദ ബിഗിനിങ്. ഇഡസ്റ്റ്, ദാറ്റ് ഈസ്. ഇഡസ്റ്റ്, IE എന്ന് പറയും. എക്സംബ്ലി ഗ്രാറ്റി ആണ് EG, എക്സാമ്പിൾ എന്നർത്ഥം.
അഡ്വർബം വേർഡ് ഫോർ വേർഡ്, മോഡസ് ഓപ്പറാൻഡി വേ ഓഫ് ഓപ്പറേഷൻ, വെർബാറ്റിംഗ് വേർഡ് ഫോർ വേർഡ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഹീ സെഡ് ടു മീ വെൻ വിൽ യു കം ഹിയർ. റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാൻ പറ്റും. ഞാൻ ചോദ്യത്തിൻ്റെ പറഞ്ഞുതരാം. സെഡ് ടു ആസ്ക് ഡൗൺ ചോദ്യമാണെങ്കിൽ WH ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട്, വിച്ച്, വേർ, വെൻ, വൈ ഒക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹീ ആസ്ക്ഡ് മീ വെൻ. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ആദ്യം ഇത് കറക്റ്റ് ആണോ ഓപ്ഷനിൽ എന്ന് നോക്കുക. ഇത് കറക്റ്റ് ഉള്ളത് തപ്പിയെടുക്കുക. സെഡ് ടു ആസ്ക്ഡ് ആവും, ക്വസ്റ്റ്യൻ വേർഡാണ് അടുത്ത വരുന്നത് വെൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടോ, വില്ല് യു കണ്ടോ, ക്വസ്റ്റ്യനെ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇപ്പോൾ പറയുന്നത്. ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, വില്ല് യു. ഇത് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നായിരിക്കും ചോദ്യത്തിൽ കിടക്കുന്നത്. അത് ഉത്തരത്തിൽ വരുമ്പം സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് എന്ന് വരണം. അതായത് വെൻ ഹീ സെഡ് ടു മീ, എന്നോടല്ലയോ പറയുന്ന യു, അപ്പം ഐ ആവും. യു ഐ ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അവൻ എന്നോടാ പറഞ്ഞ് നീ എപ്പോൾ വരുമെന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഞാൻ എപ്പോൾ വരുമെന്ന്, അതുകൊണ്ട് ഐ ആക്കി. വില്ല് എന്തോ ആവും, വില്ല് വുഡാകും, ഷാള് ഷുഡാകും, മേ മൈറ്റ് ആവും, മസ്റ്റ് ഓട്ട് ടു അല്ലെങ്കിൽ ഹാർഡ് ടു. അറിയാമല്ലോ, വില്ല് വുഡാ, എല്ലാ പ്രസൻറ്റും പാസ്റ്റ് ആകും. ഐ വുഡ് കം ഹിയർ എന്നുള്ളത് ദെയർ ആവും. ഇനി ശ്രദ്ധിച്ചോണം, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഒരു ചോദ്യം അങ്ങോട്ട് ഉത്തരം ചെയ്തിട്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറുമല്ല. പരീക്ഷാ ഹാളിൽ WH ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. എങ്ങനെയെന്നറിയാമോ? ആദ്യം നോക്കേണ്ടത് സെഡും സെഡ് ടു ആസ്ക്ഡ് ആയ ഓപ്ഷൻ കണ്ടുപിടിക്കണം. എല്ലാ മിക്കവാറും ആസ്ക്ഡ് ആയിരിക്കും. 2 ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കണം അടുത്ത് ഉപയോഗിച്ചിരിക്കേണ്ടത്, വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ, അങ്ങനെയുള്ള സാധനം. അത് കഴിഞ്ഞ് തിരിഞ്ഞു വരണം. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വെർബ്. ഓപ്ഷനകത്ത് താണ്ടേ ഹീ വിൽ കാണും, ഐ വിൽ കാണും, ഐ വുഡ് കാണും, വുഡ് ഐയും കാണും. ഇതേ വരുത്തുള്ളൂ. മാക്സിമം വന്നാൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഈ ഒരു സാധനമായിരിക്കും. ആൻസർ ഐ വുഡ്, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി. എന്താ വില്ല് വരാത്തെ? വില്ല് വുഡ് ആകും, അത്രയേ ഉള്ളൂ. ഇതൊന്ന് ഓർത്തിരിക്കണേ. ഓക്കെ, നെക്സ്റ്റ്, ഹീ ഈസ് റൈറ്റിംഗ് എ നോവൽ. പാസീവ് വോയിസ്. പാസീവ് വോയിസ് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. കണ്ടു, ING വരുന്ന ചോദ്യത്തിൽ ബീയിങ് വരും. ഓപ്ഷനെയും തപ്പിയെടുത്തോണേ. ING വരുന്നിടത്ത് ബീയിങ് വരും. ഹാസും ഹാവും ഹാഡും വരുന്ന ചോദ്യത്തിൽ ശ്രദ്ധിക്കണേ, നാളെ പരീക്ഷകളിലിരിക്കുമ്പം ഇത് ഉപകാരപ്പെടും, ബീൻ വരും. അതുപോലെ വില്ല്, ഷാള്, ക്യാന്, മേ ഒക്കെ വരുന്നത് എന്താ മോഡൽ ഓക്സിലറി വെർബ് അറിയാവോ? വിൽ, ഷാൾ, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് അറിയാവോ? ഇതിനെ വിളിക്കുന്ന പേരാ മോഡൽ ഓക്സിലറി. ഇത് വരുവാണെങ്കിൽ ഉത്തരത്തിനകത്ത് ബി വരും. ബി പ്ലസ്, എല്ലായിടത്തും B3 ആയിരിക്കും. B3. ഇനി ഉത്തരം പറയാം. ഹീ ഈസ് റൈറ്റിംഗ് എ നോവൽ. ആദ്യ ഒബ്ജക്റ്റ് എ നോവൽ ഈസ് ബീയിങ്. ING വന്നാൽ ബീയിങ് വരും. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. റിട്ടൺ അവസാനം ഹീ ബൈ ഹിം ആവും. ഇത് പഠിക്കാത്തവർക്ക് ഇപ്പം ഇത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് പഠിക്കാത്തവർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഞാനിപ്പോൾ പഠിപ്പിക്കുമല്ല, പഠിക്കാത്തവർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം, ING ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ ബീയിങ് B3. ഇവിടെ എപ്പോഴും B3 ആയിരിക്കും. എല്ലാ പാസീവ് വോയിസിലും B3 ആയിരിക്കും. ബീയിങ് റിട്ടൺ. ഹാസും ഹാവും ഹാഡും വന്നാൽ അതിന് ശേഷം ബീൻ പ്ലസ് B3. ഓർത്തോണം. വില്ലും, ഷാളും, ക്യാനും, ഗുഡും, മേ, മൈറ്റും വന്നാൽ B പ്ലസ് B3. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ അപേക്ഷിക്കുകയാണ്, കാരണം ഒരു മാർക്ക് കിട്ടും. ഓക്കെ, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണമല്ലോ. അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ കേറ്ററ്റിൻ്റെ കലാശക്കൊട്ടാണ്. ഇന്ന് വൈകുന്നേരത്ത് 6 മണി മുതൽ 10 മണി വരെ രാജേശ്വരി മിസ്സിൻ്റെ എൻ്റെയും നേതൃത്വത്തിലുള്ള മാരത്തോൺ വീഡിയോ ഉണ്ട്. എല്ലാവരും ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് ഈ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ എത്തും. ഓക്കെ, നെക്സ്റ്റ്, ഹീ റോട്ട് ദ ലെറ്റർ ഡാഷ് എ പെൻ. സൂപ്പർ ചോദ്യം. പ്രിപ്പോസിഷൻ. പേന കൊണ്ടെഴുതി വിത്ത് എ പെൻ. പെൻസിൽ കൊണ്ടെഴുതി വിത്ത് എ പെൻസിൽ. എന്നാൽ മഷിയിലെഴുതി ഇൻ ഇങ്ക്. ചുവന്ന മഷിയിലെഴുതി ഇൻ റെഡ് ഇങ്ക്. പഠിച്ചു വെച്ചോ. ഓക്കെ, അടുത്ത ഉപകരണങ്ങളുടെ മുമ്പിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും വിത്താണ്. കത്തി, പിച്ചാത്തി, വാക്കത്തി, കടാര, കോടാലി, തോക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളുണ്ടല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞ നൈഫ്, ഡാഗർ, കടാര, ഗൺ, തോക്ക്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. വിത്ത് എ ഗൺ, വിത്ത് എ ഡാഗർ. ഹീ കിൽഡ് മീ വിത്ത് എ ഡാഗർ. അല്ലെങ്കിൽ ഹീ കട്ട് ആപ്പിൾ വിത്ത് എ നൈഫ്. കണ്ടോ, വിത്ത്. ഉപകരണങ്ങളുടെ മുമ്പിൽ വിത്ത് ഉപയോഗിക്കും.
മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എയർ, റോഡ്, റെയിൽ, വാട്ടർ, റിവർ, സി. പല മാർഗങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ബൈ എയർ, ഹി ട്രാവൽഡ് ബൈ എയർ, ബൈ എയർ, ബൈ റോഡ്, ബൈ റെയിൽ, ബൈ വാട്ടർ, ബൈ റിവർ, ബൈ സി. പഠിച്ചു വെച്ചോ. ഓക്കെ ആണോ? നടന്നു പോകുന്നു എന്ന് പറയുമ്പം ഓൺ ഫുട്ട്. എന്തുവാ? ഓൺ ഫുട്ട്. ഇനി കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. കൺസിസ്റ്റ് ഓഫ്, അഫ്രൈഡ് ഓഫ്, അക്യൂസ്ഡ് ഓഫ്, അക്വിറ്റ് ഓഫ്. സിമ്പതി ഫോർ, സിമ്പതറ്റിക് വിത്ത്, അല്ല സിമ്പതൈസ്ഡ് വിത്ത്. സിമ്പതി ഫോർ, സിമ്പതൈസ്ഡ് വിത്ത്, സിമ്പതറ്റിക് വന്നാൽ ടു, സിമ്പതറ്റിക് വന്നാൽ ടു. ഫോണ്ട് ഓഫ്, ഫോണ്ടിനെസ് ഫോർ, ഫോണ്ട് ഓഫ്, ഫോണ്ടിനെസ് ഫോർ. കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ ING ഉപയോഗിക്കണം. ഹീ ഈസ് കോൺഫിഡൻറ്റ് ഓഫ് ഡാഷ്. വിന്നാണോ വിന്നിങ് ആണോ? ഹീ ഈസ് കോൺഫിഡൻറ്റ് ഓഫ് വിന്നിങ് ദ മാച്ച് എന്നാണ് പറയുന്നത്. കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ ING ഉപയോഗിക്കണം. ജലസ് ഓഫും ജലസി ഫോറും പഠിച്ചു വെച്ചോണം. ജലസ് ഓഫ്, ജലസി ഫോർ. ജലസ് വന്നാൽ ഓഫ്, അസൂയ എന്നാണ്. ജലസ് വന്നാൽ ഓഫും ജലസി വന്നാൽ ഫോറും. അതേപോലെ NV വന്നാൽ NV ഫോറും NVS ഓഫും. രണ്ട് പാർട്സ് ഓഫ് സ്പീച്ച്. അതുകൊണ്ടാണ് NV അസൂയ, NVS അഡ്ജക്റ്റീവും NV നൗണുമാണ്. അതേപോലെ ജലസി നൗണും ജലസ് അതാണ്. അപ്പം അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഓഫാ. NVS ഓഫ്, NV ഫോർ. ജലസ് ഓഫ്, ജലസി ഫോർ. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കണേ, കളയല്ലേ. ഓപ്പോസിറ്റ് ഓഫ് ബെനവോളന്റ്, ബെന വന്നാൽ മെല. പഠിച്ചോണം. ബെനവോളന്റ് ഓപ്പോസിറ്റ് മെലവോളന്റ്. ഉദാരമായ, അങ്ങനെ അല്ലാത്ത. മെല വരുന്ന നെഗറ്റീവ് വേർഡായിരിക്കും, നെഗറ്റീവ് അർത്ഥമായിരിക്കും. ബെനവോളൻസ്, മെലവോളൻസ്. ബെനഡിക്ഷൻ, മെലഡിക്ഷൻ. അനുഗ്രഹം, ശാപം. മെലഡിക്ഷൻ, ബെനഡിക്ഷൻ അനുഗ്രഹം, മെലഡിക്ഷൻ ശാപം. കുറേ ഓപ്പോസിറ്റ് ഞാൻ പറയാം, കേട്ടോണം കേട്ടോ. നൊവൈസ്, തുടക്കക്കാരൻ. വെറ്ററാൻ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾ. ഓപ്പോസിറ്റ് ആണ്, കേട്ടണം. ഓർത്തഡോക്സ്, ഓർത്തഡോക്സ് സങ്കുചിത മനോഭാവം. ഓപ്പോസിറ്റ് ഹെറ്ററോഡോക്സ്, ഹെറ്ററോഡോക്സ്. രാജാവ്, പ്രജ, സബ്ജക്റ്റ്. രാജാവ് കിങ്, ഓപ്പോസിറ്റ് സബ്ജക്റ്റ്. അക്വിറ്റ് എന്ന് പറയുന്ന വാക്കിന് രണ്ട് ഓപ്പോസിറ്റ് ഉണ്ട്. അക്വിറ്റ്, ഒന്ന് കോൺവിക്റ്റും, രണ്ട് കണ്ടം. എന്ന് വെച്ചാൽ അക്വിറ്റ് കുറ്റവിമുക്തൻ എന്നാണ്. അപ്പം ശിക്ഷ കൊടുക്കുക എന്നൊരർത്ഥവും വെർബായിട്ട് വരുമ്പം മറ്റേത് കുറ്റവാളിയാക്കുക എന്ന് മറ്റൊരർത്ഥവും. അപ്പോൾ കണ്ടം, CONDEMN, കണ്ടം. അതുപോലെ കോൺവിക്റ്റ് ഒക്കെയാണോ. അടുത്ത വാക്ക് ക്ലർജിയുടെ ഓപ്പോസിറ്റ് എന്താ? ക്ലർജി, പുരോഹിത വർഗം. ക്ലർജി, പുരോഹിത വർഗം. ഓപ്പോസിറ്റ് ലെയ്റ്റി, ലെയ്റ്റി, സാധാരണക്കാരൻ. ഓപ്പോസിറ്റ് പഠിച്ചോണം, ചോദിക്കാം. ക്ലർജിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ലെയ്റ്റി. പഠിച്ചോണം. ഓക്കെ ആണോ? ഓക്കെ. പ്രൊസീഡ്, സക്സീഡ്. പ്രൊസീഡ് മുന്നേ വന്ന, സക്സീഡ് ശേഷം. മനസ്സിലായല്ലോ. ആൻസിസ്റ്റർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ മുൻഗാമി. നമ്മുടെ അച്ഛൻ, അപ്പൂപ്പൻ, അവരെയൊക്കെയാണ് മുൻഗാമികൾ എന്ന് വിളിക്കുന്നത്. ആൻസിസ്റ്റർ. ഓപ്പോസിറ്റ് ഡിസെൻഡൻറ്റ്, പിൻഗാമികൾ. പിൻഗാമികൾ എന്ന് പറയും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അക്സെപ്റ്റ്, റിജക്റ്റ്. എന്നാൽ റിസീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിസീവിൻ്റെ ഓപ്പോസിറ്റ് റെഫ്യൂസ്. പഠിച്ചു വെക്കുക. ഫ്ലാമബിളും ഇൻഫ്ലാമബിളും എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ഫ്ലാമബിൾ എല്ലാവരും എഴുതി വെച്ച്. ഫ്ലാമബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫ്ലാമബിൾ. അല്ല, ഫ്ലാമബിളും ഇൻഫ്ലാമബിളും ഒരേ അർത്ഥമാണ്. തീ കത്തിജ്വലിക്കുന്ന, കത്താൻ സഹായിക്കുന്ന എന്നർത്ഥം. പെട്ടെന്ന് തീ പിടിക്കുന്ന എന്നർത്ഥമാണ്. ഫ്ലാമബിളും ഇൻഫ്ലാമബിളും ഒരേ അർത്ഥമാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. ദാണ്ടേ അടുത്തേ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. ഇതാ ഇങ്ങോട്ട് നോക്ക്. എൻകറേജ്, കറേജിയസ്. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒരു എളുപ്പമാർഗം. പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദിച്ചാൽ. എൻകറേജ്, കറേജിയസ്, കറേജിയസ്ലി, കറേജിയസ്ലി, കറേജ്. വെർബേത്, വെർബേത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെർബേത്. അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ ING ചേർത്ത് നോക്കണം. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. വെർബിൻ്റെ കൂടെ മാത്രമേ ING ചേർക്കാൻ പറ്റൂ. രണ്ടാമത്തെ ഒരു ടെക്നിക്കുണ്ട്. വെർബിന് മാത്രമേ ഉള്ളൂ 4 ഫോംസ്. അറിയാമല്ല? റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. അറിയാമോ? അത് വെച്ച് കണ്ടുപിടിക്കാം. കറേജിങ് തെറ്റ്.
കറേജിയസ്ലിങ് തെറ്റ്, കറേജിയസിങ് തെറ്റ്, എൻകറേജിങ്. ആൻസർ കിട്ടി വെർബ്. ഇനി കണ്ടോണേ, പ്ലസന്റ്, പ്ലീസ്, പ്ലസന്റ്ലി, പ്ലഷർ. എളുപ്പമാ. അഡ്ജക്റ്റീവ്, നൗണ്, വെർബ്, ആഡ്വർബ്. ഒന്ന് നോക്കിക്കൊണ്ട് പോ, ചിലപ്പോൾ ഉപകാരപ്പെടും. ഈ 4 എണ്ണവും കണ്ടുപിടിക്കുന്ന രീതി ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം വെർബ് കണ്ടുപിടിക്കും, ING ചേർക്ക്. പ്ലസന്റിങ്, പ്ലസന്റ്ലിങ്, പ്ലഷറിങ്, പ്ലീസിങ്, പ്ലീസിങ്. ഇനി നമ്മൾ പറഞ്ഞില്ലേ എൻകറേജിന് 4 ഫോംസ് ഉണ്ട്, എൻകറേജ്ഡ്, എൻകറേജ്ഡ്, എൻകറേജിങ്. അപ്പോൾ അത് വെർബാന്ന് ഉറപ്പായി. ഇതൊന്ന് നോക്കി, പ്ലീസ്, പ്ലീസ്ഡ്, പ്ലീസ്ഡ്, പ്ലീസിങ്. കണ്ട, അപ്പോൾ ഉറപ്പിച്ച് ഏതാ ഇത് വെർബ്. ഇനി ബാക്കിയുള്ളത് വെർബ് വെട്ടി, ബാക്കിയുള്ളത് അഡ്ജക്റ്റീവ്, നൗൺ, ആഡ്വർബ്. അത് 4 ഉള്ളടേ, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം ഓരോ കൃത്യമായിട്ടുണ്ട്. ഇപ്പം പ്രോനൗൺ ഇത്ര എണ്ണം ഉണ്ട്, അത് പോട്ടെ, ഇതേ ചോദിക്കത്തുള്ളൂ. ആ പറ, അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ, അഡ്ജക്റ്റീവ്. ആയാ ഉള്ള എന്നർത്ഥം വരുന്ന വാക്ക്, ഒരു നൗണിന് മുമ്പിൽ ചേർക്കുന്ന വാക്ക് കണ്ടുപിടിക്കാം. പ്ലസന്റ്ലി, സന്തോഷത്തോടെ. ഹീ സാങ് പ്ലസന്റ്ലി, അവൻ സന്തോഷത്തോടെ പാടി. സന്തോഷവാനായ എന്ന് പറയാൻ പറ്റത്തില്ല. പ്ലഷർ, സന്തോഷം, ഒരു പേരാ, ആ പ്രക്രിയയുടെ പേര്. പ്ലസന്റ്, സന്തോഷവാനായ. ആയാ ഉള്ള, റിച്ച്, സമ്പന്നനായ, സമ്പത്തുള്ള. ബ്യൂട്ടിഫുൾ, സുന്ദരിയായ, സൗന്ദര്യമുള്ള. ആയാ ഉള്ള, ശേഷം ഒരു വാക്ക് ചേർത്ത് നോക്കണം, നൗണ്, ബോയ്. പ്ലസന്റ് ബോയ്, കറക്റ്റ്, അഡ്ജക്റ്റീവ്. ആയാ ഉള്ള എന്നർത്ഥം വരുന്ന വാക്ക് അഡ്ജക്റ്റീവ്. സന്തോഷം, നൗൺ, പേരായ ശബ്ദം, ആ പ്രക്രിയയുടെ പേരാ. LY വരുന്നത് ആഡ്വർബ്, മിക്കവാറും ആഡ്വർബ് ആയിരിക്കും. പ്രത്യേകിച്ച് അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY വന്നാൽ അത് ആഡ്വർബ് ആയിരിക്കും. LY വരുന്ന ആഡ്വർബ്. ഇനി നിങ്ങൾ ഇത് പറ. നമ്മൾ ആകപ്പാട് കണ്ടുപിടിച്ചത് എൻകറേജിങ് മാത്രമേ ഉള്ളൂ, അത് വെർബാ. ബാക്കി കണ്ടുപിടിക്കാമോ? കറേജിയസ്ലി, LY ഉണ്ട്, ആഡ്വർബ്. കറേജ്, ധൈര്യം, ആ പ്രക്രിയയുടെ പേര്, നൗണ്. കറേജിയസ്, ധീരനായ. കറേജിയസ്, ധീരനായ, ധൈര്യമുള്ള, അഡ്ജക്റ്റീവ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ഉപകാരമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. രണ്ടും ഗുണമാണ്. കാരണം ഫ്രീ ക്ലാസ്സുകൾ ഇത്രത്തോളം തന്ന, കേറ്ററ്റിന് വേണ്ടി ഇത്രത്തോളം തന്ന വേറൊരു ചാനൽ കേരളത്തിലില്ല. 2, ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നും ഞങ്ങൾ പറയുന്നില്ല. LPUP ഞങ്ങളുടെ കൂടെ തന്നെ വരണം, അത് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒരു ആപ്പ് നിങ്ങൾ ആശ്രയിക്കേണ്ട. LPUP ഉണ്ടെങ്കിൽ 2027 ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും. പക്ഷേ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, സൗജന്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കണം, വെറുതെ കിടന്ന് ചെതിലെടുത്ത് പോകരുത്, അത്രയേ ഉള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും. തീരുന്നില്ല, രാത്രി 6 മണി മുതൽ 10 മണി വരെ എല്ലാവരും ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. ഇന്ന് തന്നെയാണ് ഈ ക്ലാസ് ഞാൻ എടുത്തത്. അപ്പോൾ എല്ലാവരും സ്റ്റുഡിയോയിലുണ്ട്, അവരെല്ലാം പ്രിപ്പറേഷനിലാണ്. സൂപ്പർ ക്ലാസ് തരും. എല്ലാവരും 6 മണി മുതൽ 10 മണി വരെയുള്ള എല്ലാ എൻഗേജ്മെൻറ്റും മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കുക. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. വിഷ് യു ആൾ ദ ബെസ്റ്റ്. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകൾ, അനുഗ്രഹങ്ങൾ. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.